നമസ്കാരം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണു കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളൊരു പ്രൊജക്റ്റുമായിട്ടാണ്. കണ്ണു കാണാൻ പറ്റാത്തവർക്ക് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകാതെ അവർക്ക് കുറെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപകടങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് സെസമിക് സെൻസേഴ്സ് ആണ്. ഇതിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ സെസമിക് സെൻസേഴ്സ് നമ്മൾക്ക് രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത്. ഇതിൽ സെസമിക് സെൻസേഴ്സിന്റെ ഒരെണ്ണം മിററുമായിട്ടും ഒരെണ്ണം റിഫ്ലക്റ്റിംഗ് ആയിട്ടുമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഒരു ചെറിയ ബസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ വൈബ്രേഷൻ കാരണം മുമ്പിൽ ഒബ്ജക്റ്റ് വരുമ്പോൾ കണ്ണ് കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴും ഒച്ച ഉണ്ടാക്കുമ്പോഴും മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകും. ഇതിൽ ഫുൾ കൺട്രോളിങ്ങും 8 പിൻ എന്ന് പറയുന്ന ഒരു പിന്നിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കപ്പാസിറ്റേഴ്സ്, പിന്നെ ഇതിന്റെ ബാറ്ററി സ്റ്റോറേജ് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കും. ഇത് നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ദിവസം 2 ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ആണ് ഇതിന്റെ ചാർജിങ് ടൈം. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ സെസമിക് സെൻസേഴ്സിന് പകരം വേറെ ഉപയോഗിക്കാൻ ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഇത് വീട്ടിൽ തന്നെ തുച്ഛമായ വിലയിലും ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു. നന്ദി, നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ കണ്ണാട. ഇതാണ് നമ്മുടെ കണ്ണാടയുടെ ലുക്ക്. ഇവിടെ നിന്ന് സെൻസേഴ്സിന്റെ വേവ്സ് പുറത്തേക്ക് വരികയും ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇവിടേക്ക് വരികയും അവിടെ നിന്ന് ഇവിടേക്കുള്ള വയറിൽ നിന്നും ഇവിടെ ബസറിലേക്ക് അലാറം വരികയും ചെയ്യും. ഇവിടത്തെ സൈഡിലുള്ളതാണ് ഇതിന്റെ ചാർജിങ് പോർട്ട്സ്. ഇവിടെയാണ് ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഉള്ളത്. ഇവിടെയാണ് ബാറ്ററി. നമ്മൾക്ക് ഇതിനുള്ളിൽ നിന്നും എത്ര വേണമെങ്കിലും സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാണ്ട് നമുക്ക് തടയാൻ സാധിക്കും. അതുകൊണ്ട് കണ്ണിനുള്ള ഇറിറ്റേഷൻസ് കുറഞ്ഞു കിട്ടും. അതുമാത്രമല്ല, കണ്ണാടിയിൽ നിന്നുള്ള വേവ്സിലേക്ക് നല്ല കാര്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. നന്ദി, നമസ്കാരം.